ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഒരുപാട് സ്നാക്സും പലഹാരങ്ങളൊക്കെ നമ്മൾ കഴിക്കാറുണ്ട്. പക്ഷെ പഴയ കാലത്തെ നാടൻ പലഹാരം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടമാണല്ലേ. അങ്ങനെ ഒരു പഴയ കാലത്തെ നാടൻ പലഹാരമാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അതിൽ 2-3 ഇൻഗ്രീഡിയൻസ് എക്സ്ട്രാ ആയിട്ട് സ്വാദ് കൂട്ടാൻ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. 1 കപ്പ് മട്ടരി, 1.5 ടേബിൾ സ്പൂൺ ചെറുപയർ പരിപ്പ്, ഇത് രണ്ടും നമുക്ക് വറുത്തെടുക്കും. ഫസ്റ്റ് അരിയാണ് വറുക്കണത്. അരി കഴുകി ഡ്രൈ ആക്കി വെച്ചേക്കണതാണ് കേട്ടോ. അരി വറുത്തെടുത്തു. ഇത് മാറ്റിയിട്ട് ഇനി നമുക്ക് പരിപ്പ് വറുക്കാം. ഈ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് മട്ടരിയാണ് എടുക്കാറ്. വേറെ അരി എടുക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ ചെറുപ്പത്തിൽ മുത്തശ്ശി ഉണ്ടാക്കി കൊടുത്തോണ്ടിരുന്ന റെസിപ്പിയാണ്. മുത്തശ്ശി ഇത് എപ്പോൾ ഉണ്ടാക്കുമ്പോഴും മട്ടരിയിലാണ് ഉണ്ടാക്കാറ്. പിന്നെ ഇത് ഈ അരിയിൽ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. പരിപ്പും വറുത്തെടുത്തു. ഇതും പാനിൽ നിന്ന് മാറ്റുന്നുണ്ട്. കുറച്ച് ഇല എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വാട്ടിയെടുക്കാം. 2 അച്ച് ശർക്കര എടുത്ത് ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇത് നമുക്ക് ഉരുക്കിയെടുക്കാം. 1/4 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ശർക്കര ഉരുകിയതിന് ശേഷം 1 മിനിറ്റോളം തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 1/4 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ ശർക്കരയിൽ കല്ലോ മണ്ണോ പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അരിച്ചതിൻ്റെ ശേഷം ഇങ്ങനെ നെയ്യ് ചേർത്താൽ മതി. ഫ്ലെയിം ഓഫ് ആക്കാം. വറുത്ത് വെച്ചേക്കുന്ന അരി തണുത്തുണ്ട്. ഫസ്റ്റ് നമുക്ക് അരി ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത അരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. പരിപ്പും പൊടിച്ചെടുക്കാം. പരിപ്പിൻ്റെ കൂടെ 4 ഏലക്കയും ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. പൊടിച്ചെടുത്ത പരിപ്പ് അരിയുടെ കൂടെ ചേർക്കുന്നുണ്ട്. പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യിലേക്ക് കുറച്ച് നാളികേരക്കൊത്തിട്ട് വറുത്തെടുക്കാം. നാളികേരക്കൊത്ത് കളർ മാറി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കാഷ്യൂ ചേർക്കാം. കാഷ്യൂ കളർ മാറുമ്പോൾ ഇതിലേക്ക് കുറച്ച് പൊട്ടുകടല ചേർക്കുന്നുണ്ട്. കാഷ്യൂ പൊട്ടുകടലയാണ് ഇട്ടാൽ ഈ റെസിപ്പിയിൽ ഞാൻ ആയിട്ട് ആഡ് ചെയ്തേക്കുന്നത്. പൊട്ടുകടലയും കളർ മാറി വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കറുത്ത എള്ള്, 1/4 ടീസ്പൂൺ വെളുത്ത എള്ള്, ഇത് മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് പൊടിച്ച് വെച്ചേക്കണ അരിയിലേക്ക് ഇത് ചേർക്കാം. 1/4 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട് പാനിലേക്ക്. 3/4 കപ്പ് ചിരകിയ നാളികേരം ഒന്ന് ചൂടാക്കിയെടുക്കാം. നാളികേരം നല്ലോണം ചൂടായി. നാളികേരം ചൂടാക്കുമ്പോൾ നാളികേരത്തിൽ ഈർപ്പം മുഴുവനും പോയി ഉണ്ടാവണം കേട്ടോ. ഈ റെസിപ്പി നമുക്ക് 10 ദിവസം വരെ കേടുകൂടാണ്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതാണ്. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നാളികേരം നമുക്ക് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നമുക്ക് ഫസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂണും കൂടി നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. 1 നുള്ളു ഉപ്പും കൂടിയും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു. ഈ മിക്സ് ഇങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റൂട്ടോ. ശർക്കര ഒഴിച്ച് മിക്സ് ചെയ്തതിൻ്റെ ശേഷമാണെങ്കിൽ 10 ദിവസം നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ എപ്പോഴാണോ നമുക്ക് വേണ്ടത് അതനുസരിച്ച് ശർക്കര മിക്സ് ചേർത്ത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാനും പറ്റും. ഇനി നമ്മൾ ഉരുക്കി വെച്ചേക്കണ ശർക്കര കുറേശ്ശെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ശർക്കരപ്പാനിയും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തു കേട്ടോ. വാട്ടിയ ഇലയിൽ കുറച്ച് നെയ്യ് തേച്ച് എടുത്തിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന മിക്സ് കുറച്ച് വെച്ച് കൊടുക്കാം. സാധാരണ നമ്മൾ ഇല മടക്കണ പോലെ ഇങ്ങോട്ട് മടക്കിയെടുക്കാം. വക്കും മടക്കി കൊടുക്കാം. ഏതിലാണോ ആവി കയറ്റണേ അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം. വെള്ളം നല്ലോണം തിളച്ചു വിട്ടാൽ 15 മിനിറ്റ് ആവി കയറ്റി എടുക്കാം. പലഹാരം വേവിക്കാൻ വെച്ചിട്ട് 15 മിനിറ്റ് ആയിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് തണുക്കാനായിട്ടൊന്ന് മാറ്റിയിരിക്കാം. അട തണുത്തുണ്ട്. നമുക്ക് ഇലയിൽ നിന്ന് മാറ്റാം. അത്രയ്ക്ക് സ്വാദുള്ള ഒരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.